വെൽക്കം ബാക്ക് ടു ചാൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഓൺ റൂട്ടഡ് പ്ലാന്റ്സിൻ്റെ കളക്ഷൻസും ആയിട്ടാണ് കേട്ടോ. നമ്മുടെ കയ്യിലുള്ള ഏകദേശം പ്ലാന്റ്സ് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വന്നേക്കുന്നത് കരിഷ്മ റോസാണ്. കരിഷ്മ റോസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ തീക്കട്ട എങ്ങനെയാണോ അതിൻ്റെ ഒരു കളറാണ് വരുന്നത്. ഓറഞ്ചും യെല്ലോയും കോമ്പിനേഷനിലാണ് ഈ ഒരു റോസ് വരുന്നത് കേട്ടോ. നമ്മുടെ തീജോല എങ്ങനെയാണോ കത്തി നിൽക്കുന്നത് അതേ ഒരു അങ്ങനെ തന്നെയാണ് ഈ ഒരു റോസിനെ പറയാൻ പറ്റുക. കൂടുതലായിട്ടും നമുക്ക് ഇതിൻ്റെ തൈകൾ കിട്ടുന്നത് ബഡ്ഡിങ് ആണ് കേട്ടോ. ബഡ് ചെയ്ത തൈകളാണ് നമുക്ക് കൂടുതലും നഴ്സറീസിലൊക്കെ കാണാൻ പറ്റുക. ഇതിൻ്റെ ഓൺ റൂട്ടഡ് എന്ന് പറയുന്നത് റെയറാണ്, നമുക്ക് കിട്ടുന്നതിന് ബുദ്ധിമുട്ടാണ് കേട്ടോ ഓൺ റൂട്ടഡ് റോസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതിൻ്റെ ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ഇതിനകത്ത് കുറച്ച് നമുക്ക് റെയറായിട്ട് കിട്ടുന്ന പ്ലാന്റ്സസ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ റോസസ് ആണ് ആഡ് ചെയ്തേക്കുന്നുള്ളത് പറയാൻ പറ്റുള്ളൂ കേട്ടോ. നല്ല ഉറക്കം വരുന്നുണ്ട്. നൈറ്റ് 12 മണിയെങ്ങാണ്ടോ ആയി വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് എടുത്തപ്പോൾ. കാരണം രാവിലെ മുതൽ കൊറിയറിൻ്റെ ഇതും പിന്നെ കസ്റ്റമേഴ്സൊക്കെ നമ്മുടെ ഗാർഡൻ വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു. അതിനുശേഷം ഇപ്പം കസ്റ്റമേഴ്സിൻ്റെ നമ്മുടെ കൊറിയറിൽ നിന്ന് ആർക്കൊക്കെ അയച്ചു എന്നുള്ളതെല്ലാം വീഡിയോ അപ്ലോഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇപ്പം എത്ര റോസ് ഉണ്ടെന്നുള്ളതെല്ലാം നോക്കിയിട്ട് വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്തു. വന്നപ്പോഴത്തേക്കും 19 മിനിറ്റ് കൂടുതലുണ്ട് വീഡിയോ. 2 വീഡിയോസൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു ഒറ്റ ലെങ്തിൽ തന്നെ അത് പോട്ടെ. കാരണം കാണുന്നവർക്ക് ഫുള്ള് കാണുന്നവർക്ക് അതിൽ ഏതൊക്കെ റോസസ് ആണെന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ 2 പാർട്ടൊക്കെ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ ലാഗാവും. ചിലപ്പോൾ ഇന്ന് കിട്ടുന്ന ഒരാൾക്ക് നോട്ടിഫിക്കേഷൻ വരും, ചിലപ്പോൾ 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത നോട്ടിഫിക്കേഷൻ വരിക. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ചിലപ്പോൾ പല റോസസും കളക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരൊറ്റ വീഡിയോ ആയിട്ട് തന്നെ ഇടാമെന്ന് കരുതി. അതിലുള്ള റോസസ് എല്ലാം നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്കും ആവശ്യമുള്ളതൊക്കെ ഓർഡർ ചെയ്യാമല്ലോ. അപ്പോൾ കരിഷ്മയാണ് നമ്മുടെ ഫസ്റ്റത്തെ ഓൺ റൂട്ടഡിൽ വരുന്നത്. പിന്നെ ഉള്ളത് തഞ്ചാവൂർ റോസാണ് കേട്ടോ. തഞ്ചാവൂർ, തമിഴ്നാട് തഞ്ചാവൂർ സുന്ദരിയാണ്. ഓൺ റൂട്ടഡ് പ്ലാന്റ് ആണ്. ഇതാണ് ഇതിൻ്റെ ഐഡിയ എനിക്ക് കറക്റ്റ് അറിയില്ലായിരുന്നു. പിങ്ക് നാടൻ റോസ് എന്നായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് തഞ്ചാവൂരാണ്. നമ്മുടെ ഒരു കസ്റ്റമറാണ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് തഞ്ചാവൂർ റോസ് ഇതാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ അടിപൊളി ഫ്ലവറാണ്. ഒരു പിങ്കും വൈറ്റും കോമ്പിനേഷനിൽ വരും. നമ്മളിതൊക്കെ വെച്ചിട്ട് കോമ്പോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരവും ഞാൻ പിങ്ക് നാടൻ റോസ് എന്നാണ് ഇതിനെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി തൈകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. നമുക്ക് കൂടുതലും നമ്മളെ കാറ്റലോഗിൽ ഇതൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. വേറൊന്നുമില്ല, ചില റോസസൊക്കെ നമുക്ക് വളരെ കുറവ് ക്വാണ്ടിറ്റി ആണുള്ളത് കേട്ടോ. 50 പീസ്, ചിലത് 40, ചിലത് 20, ചിലത് 15ഉം 10ഉം ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളത് ഇതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോലും ശ്രദ്ധിക്കത്തില്ല. കാരണം നമ്മളെപ്പോഴും വാട്സപ്പ് നോക്കില്ല. 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ചിലപ്പോൾ വാട്സപ്പ് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് ചിലവരാണ്, എല്ലാവരും ഇല്ല, കുറച്ച് പേരൊക്കെ ഇപ്പം നമ്മുടെ ആ ഒരു കാറ്റലോഗ് സെലക്ട് ചെയ്തിട്ട് ഒരു കാർട്ട് അയച്ചു തരുള്ളൂ. അതിനകത്ത് ഇപ്പോൾ എത്രയാണോ എമൗണ്ട് അത് മാത്രം പേയ്മെൻറ്റ് ചെയ്യും. ചിലരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെസ്സേജ് നോക്കിയിട്ട് അവർക്ക് മെസ്സേജിൽ തന്നെ കൊറിയർ ചാർജ് എക്സ്ട്രാ എന്ന് പറയും. അപ്പോൾ അവരൊരു കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഓൺലൈനിൽ നിന്നൊക്കെ മേടിക്കാം, അവരൊരു എമൗണ്ട് ഇട്ടിട്ട് നമുക്ക് അയച്ചു തരും. എക്സ്ട്രാ CC ആവുകയാണെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ടൊക്കെ അയച്ചു തരാറുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഓർഡർ വരും. ഇപ്പോൾ 5 റോസേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 6 എണ്ണമൊക്കെ ഓർഡർ വന്നു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ലോഡ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് കാർട്ടിനകത്ത് ആഡ് ചെയ്യാത്ത കേട്ടോ. അപ്പോൾ ഇത് ഒരു പിങ്ക് കമൽ റോസാണ് കേട്ടോ, മിനിയേച്ചർ ടൈപ്പാണിത്. പിന്നെ ഇത് നമ്മുടെ കയ്യിൽ കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ. ഓൺ റൂട്ടഡ് ആണ്. റെഡ് റോസാണ് കേട്ടോ, റെഡ് ക്ലൈംബറാണ്. നമ്മുടെ കയ്യിലൊക്കെ മുമ്പ് നമ്മൾ സെയിലിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ചെറിയ പ്ലാന്റ്സ് ആയിരുന്നു, ചെറിയ മിനിയേച്ചർ ടൈപ്പ് ആയിരുന്നു. ഇത് വലിയ പൂക്കളുള്ള റെഡ് ക്ലൈംബറാണ് കേട്ടോ. പിന്നെ പിങ്ക് ബട്ടൺ റോസാണ്, കുലകുത്തി പൂക്കുന്ന ടൈപ്പാണ്. ഒരു പ്ലാന്റോ 2 പ്ലാന്റോ ഒക്കെ ഗാർഡനിൽ വെക്കാമെന്നുണ്ടെങ്കിൽ നിറച്ചും പൂത്ത് നമ്മളെ എന്താ പറയുക സന്തോഷിപ്പിക്കുന്നൊരു പ്ലാന്റ് തന്നെയാണ്. കാരണം പൂക്കളെ ഇഷ്ടപ്പെടുന്നവരെ കുറിച്ചിട്ട് അവർക്ക് സന്തോഷം എന്ന് പറയുന്നത്, ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളിട്ട് അവർക്കൊരു സന്തോഷം എന്ന് പറയുന്നത് ഗാർഡനിൽ ഇപ്പോൾ ഒരു ഫ്ലവർ ആവുക എന്നുള്ളതായിരിക്കും. അത് പ്രത്യേക ഒരു സന്തോഷം തന്നെയാണ്. ഇപ്പോൾ രാവിലെയൊക്കെ ഉറക്കത്തിൽ നിന്ന് എണ്ണീറ്റ് പാടെ പോയി ഗാർഡൻ ഒന്ന് കണ്ട് ആ ഗാർഡനിൽ കുറച്ച് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഗാർഡന് വേണ്ടിയിട്ട് രാവിലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവർ. അപ്പോൾ ഞാനും അങ്ങനെയാണ്. എനിക്കത് പ്രത്യേക ഒരു സന്തോഷം തരുന്നതാണ്. ഇത് പിങ്ക് ഫെയറിയാണ് കേട്ടോ, പിങ്ക് ഫെയറി റോസാണ്. പിന്നെ ഇത് വന്നിട്ട് കാശ്മീരി റോസാണ്. കാശ്മീരി എല്ലാവർക്കും അറിയാമായിരിക്കും.
നിറയെ പൂക്കൾ തരും, നല്ല ഭംഗിയാണ് കാണാനായിട്ടൊരു. ഇത് ഡാർക്കായിട്ടുള്ളൊരു റെഡ് മജന്ത കോമ്പിനേഷനിൽ വരുന്ന കാശ്മീരിയാണ് കേട്ടോ. വലിയ എന്താ പറയുക, നമ്മൾ കെയറൊന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരുപാട് കെയറൊന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പോലും ഒരു പരിഭവവും പറയാണ്ട് നിറയെ പൂക്കുന്നൊരു ടൈപ്പാണ് കേട്ടോ. നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ കമ്പ് വെട്ടി വെച്ചാൽ തന്നെ നമുക്കിതിൻ്റെ തൈകളാക്കി എടുക്കാൻ പറ്റും. പെട്ടെന്ന് നമുക്ക് തൈകളാക്കി എടുക്കാൻ പറ്റും. ചില റോസുകളുണ്ട് നമ്മൾ എത്ര വെച്ച് കഴിഞ്ഞാലും പിടിച്ചു കിട്ടത്തില്ല. നമ്മളൊരു 10 വെച്ചാൽ 2 പിടിച്ച് കിട്ടുന്ന റോസസും ഉണ്ട്. എന്നാൽ ഇതിൽ 10 വെച്ച് കഴിഞ്ഞാൽ 8 നമുക്ക് പിടിച്ച് കിട്ടാൻ ചാൻസ് ഉള്ളതാണ് ഈ ഒരു കാശ്മീരി റോസ് എന്ന് പറയുന്നത്. പൂക്കളായാലും നല്ല ഭംഗിയാണ് കാണാനായിട്ട്, നിറയെ പൂക്കും. അതിൽ കാണുന്നത് പോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു ഫ്ലവറിങ് എന്ന് പറയുന്നത്. നമ്മൾ ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഇങ്ങനെ കൊലകൊത്തി പൂക്കുന്നൊരു ടൈപ്പാണ് കാശ്മീരി എന്ന് പറയുന്നത്. പിന്നെയുള്ളത് നമ്മുടെ നാടൻ ഓറഞ്ച് റോസാണ്. ഓറഞ്ച് റോസിൻ്റെയും ഓൺ റൂട്ടഡ് തൈകളാണ് നമുക്കുള്ളത്. കമ്പ് വെച്ച് പിടിപ്പിക്കാൻ പറ്റും. കമ്പ് കുത്തി പിടിപ്പിക്കുന്ന തൈകളോടാണ് കൂടുതൽ ആൾക്കാർക്കും താല്പര്യം. എൻ്റെ അടുത്ത് കൂടുതൽ ചോദിച്ചു വരുന്നതും നമ്മുടെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ടോ എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് തപ്പിപ്പിടിച്ചെടുത്തിട്ട് വരുന്നത് കേട്ടോ. പിന്നെ അഹല്യ റോസാണ്. അഹല്യ റോസ് സമ്മർ സ്നോ എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മുടെ വൈറ്റ് സമ്മർ സ്നോ പേപ്പർ റോസ്, അതിൻ്റെ തന്നെ ഇനത്തിൽപ്പെട്ടതാണ് ഈ ഒരു പിങ്ക് അഹല്യ റോസ് എന്ന് പറയുന്നത്. ബേബി പിങ്ക് കളറാണ്. വല്ലാത്തൊരു അട്രാക്ഷനുള്ളൊരു റോസാണ് കേട്ടോ. വൈറ്റും പിങ്കും കൂടെയൊക്കെ മിക്സ് ആയിട്ടൊക്കെ ഫ്ലവറിങ് ആവും. ചിലത് നല്ല ഡാർക്കായിട്ടുള്ളൊരു പിങ്ക് ആയിരിക്കും, ചിലതൊരു ലൈറ്റ് ഷെയ്ഡിൽ വരുന്നതായിരിക്കും. സമ്മർ സ്നോ എങ്ങനെയാണോ സെയിം ഫ്ലവറിങ് തന്നെയാണ് ഇതിലും വരുന്നത്. നിറഞ്ഞു പൂക്കും, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ലീഫൊക്കെ ഇതുപോലെയൊക്കെയായിരിക്കും, നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും എളുപ്പമാണ്. ഇതിൻ്റെയും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ റോസും ഓൺ റൂട്ടഡ് റോസ് തന്നെയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒത്തിരി വെറൈറ്റീസ് ഇതിനകത്തുണ്ട്. അപ്പോൾ വീഡിയോ മിസ് ചെയ്യാണ്ട് എന്നെ എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നാലും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. കാരണം വെറൈറ്റീസ് ആയിട്ടുള്ള സ്റ്റോക്കും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അപ്ഡേഷൻസ് ഇടും. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേഷൻസ് അറിയാൻ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചിലപ്പോൾ നോട്ടിഫിക്കേഷനിലോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ കയറി നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അലർട്ടായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് വൈറ്റ് കമ്മൽ റോസാണ്. നമ്മുടെ കാതിലിട്ട് കഴിഞ്ഞാൽ നമ്മളൊരു കമ്മലിട്ടിരിക്കുന്നു എന്ന് മാത്രമേ തോന്നുള്ളൂ. അങ്ങനെ അത്രമാത്രം കുഞ്ഞു റോസാണ് കേട്ടോ ഇത്. പക്ഷേ ഭംഗിയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് കളർ എല്ലാവർക്കും അറിയാം, നക്ഷത്രം പോലെ നിൽക്കുന്നൊരു റോസ് കൂടെയാണ് കേട്ടോ ഇത്. അടിപൊളി വെറൈറ്റിയാണ്. പിന്നെ ഇത് വന്നിട്ട് റെഡ് ബട്ടൺ റോസാണ്. നമ്മൾ ഹാരത്തിലൊക്കെ യൂസ് ചെയ്യുന്ന റെഡ് ബട്ടൺ റോസാണ് കേട്ടോ ഇത്. ഒരു കപ്പ് ഷേപ്പിലാണ് ഫ്ലവറിങ് വരുന്നത്. ചിലത് മാത്രം നല്ലപോലെ ഫ്ലവറിങ് ആവാറുണ്ട്, ചിലത് കപ്പ് പോലെ തന്നെ നിൽക്കുന്നത്. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. ചിലത് നല്ലപോലെ വിരിഞ്ഞിട്ടുണ്ട്, ചിലത് ഇങ്ങനെ മൊട്ടുപോലെയൊക്കെ നിൽക്കുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. പൂക്കൾക്കും ഇലകൾക്കും ഒരേപോലെ ഭംഗി തരുന്നൊരു റോസാണ്. കാരണം പൂക്കൾക്ക് ഒരു തണ്ടിന് ഒരു പിങ്ക്, ഒരു മജന്ത അല്ലല്ലോ, ബ്രൗൺ കളറാണ് കേട്ടോ വരുന്നത്. നല്ല ഉരുണ്ട ഇലകളൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി റോസാണ്. ഇതിൻ്റെ നമുക്ക് വളരെ കുറച്ച് തൈകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ ഇപ്രാവശ്യം. ഒത്തിരി വലിപ്പമുള്ള തൈകൾ ആണ് കിട്ടിയേക്കുന്നത്. സ്റ്റോക്ക് വളരെ കുറവാണ് ഇതിൻ്റെ. അത് എപ്പോഴും നമുക്കിത് സ്റ്റോക്ക് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. ചിലപ്പോൾ നമുക്ക് കിട്ടാനും ബുദ്ധിമുട്ടുള്ളൊരു ടൈപ്പ് തന്നെയാണ് ഈ ഒരു റോസ് എന്ന് പറയുന്നത്. മാർഗോ കോസ്റ്റ് പോലെയൊക്കെ നമുക്ക് തോന്നുന്ന ടൈപ്പാണ്. പിന്നെ ഇത് ഡീല മാൽവേസൺ റോസാണ്. ഡീല മാൽവേസൺ എന്ന് പറയുമ്പോൾ റെയറസ്റ്റ് വെറൈറ്റിയാണ്. നമുക്കതിൻ്റെ ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ നല്ല റിസ്ക്കുള്ള കാര്യമാണ്, നമുക്ക് കിട്ടത്തില്ല. നമുക്ക് കൂടുതലും ഇതിൻ്റെ ബഡ് പ്ലാന്റ്സും കിട്ടാറില്ല എന്നുള്ളതാണ്. സാധാരണ നമുക്ക് ഏതെങ്കിലും ഇപ്പം കാശ്മീരിയൊക്കെ എടുക്കുകയാണെങ്കിൽ ബഡ് റോസെങ്കിലും കിട്ടും. ഇതിൻ്റെ അങ്ങനെയും കിട്ടാത്തൊരു വെറൈറ്റിയാണ് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് ആന്ധ്ര പനിനീർ റോസാണ്. നല്ല അടിപൊളി വെറൈറ്റിയാണ്. ഇത് വിരിയുന്ന സമയത്തൊരു പിങ്ക് ഷെയ്ഡും, ഈ ഒരു ലൈറ്റ്നിങ് വരുന്ന സമയത്ത് മാത്രമേ ഇതിൽ ആ ഒരു പിങ്ക് ഷെയ്ഡ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് വൈറ്റ് റോസായിട്ടായിരിക്കും തോന്നുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ മൊട്ടിന് ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട്. അങ്ങനെ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. മൊട്ട് പിങ്ക് ഷെയ്ഡാണ്, ഫ്ലവർ വരുന്ന സമയത്ത് വൈറ്റ് ആയിട്ടായിരിക്കും വിരിയുന്നത്. നമുക്കത് നല്ലപോലെ സൺലൈറ്റൊക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇതിൽ ആ ഒരു പിങ്ക് ഷെയ്ഡ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ആ വെള്ളപ്പൂവ് എന്നേ നമുക്ക് തോന്നുള്ളൂ കേട്ടോ. പിന്നെ ചില ഫ്ലവേഴ്സിൽ നമുക്ക് ഈ തണുപ്പ് സീസണിലാണെന്ന് തോന്നുന്നു എനിക്കിതിൻ്റെ ഫ്ലവർ കൂടുതൽ പിങ്ക് ഷെയ്ഡിലായിട്ട് തോന്നിയിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ കളക്ഷനിലുള്ളതിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇതും നല്ലപോലെ കമ്പ് വെച്ചാൽ പിടിച്ച് കിട്ടുന്നൊരു വെറൈറ്റി തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് പിങ്ക് റെഡ് മിനിയേച്ചറാണ്.
ഇതും ഹാരം കെട്ടാനൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് തന്നെയാണ്. നല്ല ഭംഗിയാണ്. ഇതിൽ ആ ഒരു 3rd ഫ്ലവർ കാണില്ല, ആ ഒരു ടൈപ്പ് ആകുമ്പോഴാണ് നമ്മുടെ ഹാരത്തിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നല്ലപോലെ വിരിഞ്ഞ് കഴിയുമ്പോഴല്ല, ജസ്റ്റ് ഒന്ന് മൊട്ട് വിരിഞ്ഞ് തുടങ്ങുന്ന സൈസാണ് കേട്ടോ ഹാരത്തിലൊക്കെ യൂസ് ചെയ്യുന്നത്. നല്ല ഭംഗിയാണ്. ഇതും വെച്ച് കഴിഞ്ഞാൽ എന്നും പൂക്കൾ തന്ന് പൂക്കൾ തന്ന് നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു വെറൈറ്റി തന്നെയാണ്. ആ ഒരു റെഡ് കളറെന്ന് പറയുമ്പോൾ അട്രാക്റ്റീവാണ്, റെഡ് യെല്ലോ ഒക്കെ. അപ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു ഫ്ലവർ കൂടെയാണ് കേട്ടോ ഈ ഒരു റെഡ് മിനിയേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കുറേയൊക്കെ നമ്മൾ കോമ്പോസ് ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇതിലുള്ള കുറച്ച് റോസസൊക്കെ. അപ്പോൾ പ്ലാൻസ് വേണ്ടവർ ചെയ്യേണ്ടത് ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക. നിങ്ങൾ കോൾ ചെയ്താൽ ചിലപ്പം അറ്റൻഡ് ചെയ്യണമെന്നില്ല, കാരണം നമ്മൾ കൊറിയറിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ ടൈം ബിസിയാണ്. കാരണം ഇപ്പോൾ ഇന്ന് മുതൽ കൊറിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ തിരക്കിലായിരിക്കും നമ്മൾ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിളിച്ചാൽ നമ്മളെ കിട്ടണമെന്നില്ല, അതുകൊണ്ടാണ് പറയുന്നത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. പിന്നെ ചിലപ്പോൾ നമ്മൾ കോൾസ് അറ്റൻഡ് ചെയ്യും. നമ്മളിപ്പോൾ കുഴപ്പമില്ല എന്നൊക്കെ ഉള്ള ടൈമാണ്, ഒന്ന് റിലാക്സ് ഒക്കെ എടുക്കുന്ന ടൈമിലാണ്, ഒന്ന് ഫ്രീ ടൈം ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറേ വർക്കൊക്കെ ചെയ്ത് നമ്മളൊന്ന് ക്ഷീണിക്കുന്ന സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫോണിൽ വരുന്ന കോൾസൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ എപ്പോഴും വിളിച്ചാൽ കിട്ടിയെന്ന് വരില്ല കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് യെല്ലോ മിനിയേച്ചറാണ്. മിനിയേച്ചർ യെല്ലോയുടെ കാര്യം ഞാൻ മിക്ക വീഡിയോസിലും പറയാറുള്ളതാണ്. നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഫ്ലവറിങ് ഇന്നതാണ്, അല്ലെങ്കിൽ നമുക്കിത് മഞ്ഞ റോസാണെന്ന് കരുതി എപ്പോഴും മഞ്ഞപ്പൂ തരണം എന്ന ഒരു നിർബന്ധമില്ലാത്ത റോസാണ്. വൈറ്റായിട്ട് ഫ്ലവറിങ് ആവും, യെല്ലോ ആയിട്ട് ഫ്ലവറിങ് ആവും, മിക്സായിട്ടും ഫ്ലവറിങ് ആവും. അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ്. ക്രീ ഇനത്തിൽപ്പെട്ട റോസാണ് കേട്ടോ, മിനിയേച്ചർ ടൈപ്പാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ ഒരു റോസ് എന്ന് പറയുന്നത്. അടിപൊളിയാണ് ഈ ഒരു റോസ്. അതിൻ്റെ ഒരു പെറ്റൽ അറേഞ്ച്മെൻ്റ് ആയാലും കളർ കോമ്പിനേഷൻ കൊണ്ടും. മഞ്ഞ റോസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പേഴ്സണൽ കളക്ഷനിൽ വെക്കാൻ പറ്റിയൊരു റോസ് തന്നെയാണ് മിനിയേച്ചർ യെല്ലോ എന്ന് പറയുന്നത്. നിറയെ പൂക്കൾ തരാനായിട്ട് ഒട്ടും പുറകോട്ട് പോകത്തില്ല. പിന്നെ ഓൺ റൂട്ടഡ് യെല്ലോ റോസ് എന്ന് പറയുമ്പോൾ നമുക്ക് അധികം കിട്ടാറില്ല. അങ്ങനൊരു വെറൈറ്റി കൂടെയാണ് ഈ ഒരു യെല്ലോ റോസ് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് ഈ ഒരു സുന്ദരിയാണ്. ജസ്റ്റ് ഇമാജിൻ റോസ് എന്നാണ് അവളുടെ നെയിം വരുന്നത്. ഞാനിത് ടൈഗർ റോസ് വെറൈറ്റിയിൽ പെട്ടതാണ്. ടൈഗർ റോസ് ഡബിൾ പെറ്റൽ വരുന്നതാണ്, ഡബിൾ ഷെയ്ഡഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ID കൂടുതൽ ആൾക്കാരും പറഞ്ഞ് കേട്ടിട്ടുള്ളത് ടൈഗർ റോസ് എന്നാണ്, പക്ഷേ ഇതിന് ജസ്റ്റ് ഇമാജിൻ റോസ് എന്നാണ് ID വരുന്നത്. ഇതിൻ്റെ ഓൺ റൂട്ടഡ് അധികം അങ്ങനെ നമുക്ക് കാണാനായിട്ട് കിട്ടത്തില്ല. നമുക്ക് കൂടുതലും നമ്മൾ കണ്ടിട്ടുണ്ടാവുക ബഡ് ചെയ്ത തൈകളായിരിക്കും. ഇത്തവണ നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുള്ളത് 50 പ്ലാന്റ്സ് എത്തിയിട്ടുണ്ട്. ഓൺ റൂട്ടഡ് ആയിട്ടുള്ള 50 പ്ലാന്റ്സ് ആണ് കേട്ടോ എത്തിയേക്കുന്നത്. പിന്നെ ഇതാണ് നാടൻ മഞ്ഞ റോസ്. നാടൻ മഞ്ഞ റോസാണ്. എന്ത് രസമല്ലേ കനഡ സെൻറ്റർ പോർഷനൊക്കെ ഇങ്ങനെ കുരുകുരായിട്ടിരിക്കുന്ന അടിപൊളി റോസാണ്. അടിപൊളി വെറൈറ്റിയാണ്. നമുക്ക് നാടൻ യെല്ലോ റോസൊക്കെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്, കൂടുതലായിട്ടും അങ്ങനെ കിട്ടാറില്ല. നമുക്ക് നാടൻ യെല്ലോ എന്ന് പറയുന്ന ഈ ഒരു ടൈപ്പ് തമിഴ്നാട്ടിലൊക്കെ കോമൺ ആയിട്ട് കണ്ടുകൊണ്ടിരുന്ന റോസുകളാണ്. നമ്മുടെ പട്ട് റോസൊക്കെ പോലെ തമിഴ്നാട്ടിൽ കൂടുതലായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു റോസാണ് ഇപ്പോൾ ഇത്. ഇപ്പം നമ്മുടെ കേരളത്തിൽ നല്ലപോലെ പൂക്കുന്നുണ്ട്. മിക്ക പേരുടെ കയ്യിലുണ്ടാവുമെന്ന് തോന്നുന്നു. പിന്നെന്താ, നമുക്ക് കമ്പ് വെച്ചാൽ പിടിച്ച് കിട്ടാൻ പാടുള്ളൊരു റോസാണ് കേട്ടോ ഈ ഒരു റോസ് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് ബ്രിട്ടീഷ് ക്യൂനാണ്. ബ്രിട്ടീഷ് ക്യൂൻ്റെ ആയാലും നല്ല അടിപൊളി തൈകളാണ് കേട്ടോ ഇപ്പം സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. പിങ്കും വൈറ്റും കോമ്പിനേഷനിൽ വരും. ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ അറ്റത്ത് ഫുള്ളായിട്ട് ഒരു വൈറ്റ് ഷെയ്ഡും സെൻറ്റർ പോർഷനിലായിട്ട് ഡാർക്ക് പിങ്കും വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ കറക്റ്റ് നമ്മൾ ചിലപ്പോൾ തരുന്ന സമയത്ത് ഇത് വൈറ്റ് ആയിരിക്കും ഫ്ലവർ ചെയ്യുക, ചില സമയത്ത് ഇത് പിങ്കായിട്ടും ഫ്ലവർ ചെയ്യും, ചിലത് മിക്സായിട്ടും ഫ്ലവർ ചെയ്യും. അപ്പോൾ ബ്രിട്ടീഷ് ക്യൂൻ അല്ലേ എന്നൊക്കെ ചിലർക്ക് ഡൗട്ട് തോന്നും. അത് ഈ ഒരു ഫ്ലവറിൻ്റെ പാറ്റേൺ അങ്ങനെയാണ്. ഇപ്പോൾ കറക്റ്റായിട്ട് ഞാൻ വൈറ്റ് തന്നെ ഫ്ലവർ ആവണോ അല്ലെങ്കിൽ പിങ്ക് ഇങ്ങനെ സെൻറ്ററിൽ തന്നെ വന്ന് ഫ്ലവർ ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. എങ്ങനെ വേണോ ഇത് പൂക്കാം, നമ്മുടെ ലക്ക് പോലെ ഇരിക്കും. പിന്നെ ഒന്ന് ഫ്ലവർ ഒന്ന് മെച്ചറായൊരു 6-7 ഫ്ലവറൊക്കെ, അതായത് നമുക്ക് നമ്മുടെ പ്ലാന്റ് പോട്ട് ചെയ്ത് വെച്ചു, ആദ്യത്തെ ഫ്ലവറൊക്കെ ചിലപ്പോൾ വൈറ്റ് ആയിരിക്കും. ഒരു 6-7 ഫ്ലവറൊക്കെ കഴിയുമ്പോഴേ ഇതിൻ്റെ കറക്റ്റ് ഉള്ള സ്ട്രക്ചറും കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഉള്ളത് അസാധ്യമായ ഫ്രാഗ്രൻസ് ആണ്. സ്മെല്ലാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്മെല്ലാണ് കേട്ടോ ഈ ഒരു റോസിന്. അടിപൊളി വെറൈറ്റി ആണ് കേട്ടോ ഇത്. പിന്നെ വരുന്നത് ക്രീപ്പർ ജാക്കിയാണ്. ക്രീപ്പർ ജാക്കി എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മുടെ കയ്യിൽ മുമ്പ് ഉണ്ടായിരുന്നത് ഫുള്ള് ബഡ്ഡിങ് തൈകളായിരുന്നു. ഇപ്രാവശ്യം നമുക്ക് ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് കിട്ടിയിട്ടുണ്ട്. ഇതേ സൈസിലുള്ള തൈകളാണ് വരുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചന്ദന റോസ് എന്നാണ് ക്രീപ്പർ ജാക്കിനെ അറിയപ്പെടുന്നത് കേട്ടോ. നാടൻ ചന്ദന റോസ് എന്നാണ്.
വിരിയുന്ന സമയത്ത് ഒരു യെല്ലോ ഷെയ്ഡും 2 ദിവസം കഴിയുമ്പോൾ വൈറ്റിലോട്ടും കൺവെർട്ട് ചെയ്യുന്നൊരു റോസാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ക്രീപ്പറിൽ യെല്ലോ ക്രീപ്പർ പോലെ തന്നെയാണ്, യെല്ലോ ക്രീപ്പർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നാടൻ ചന്ദന റോസ് എന്ന് അറിയപ്പെടുന്നുണ്ട് ഇതിനെ. ഇല്ലാന്നുണ്ടെങ്കിൽ ക്രീപ്പർ ജാക്കി, അങ്ങനെയാണ് കേട്ടോ ഐഡിയ വരുന്നത്. പിന്നെ മിഡ് നൈറ്റ് ബ്ലൂ ആണ് ഏറ്റവും അടിപൊളി വെറൈറ്റിയാണ്. റോസുകൾ ഇങ്ങനത്തെ കളർ കാണുക എന്നുള്ളത് തന്നെ റെയറായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഓൺ റൂട്ടഡ് കിട്ടുക എന്നുള്ളത് എത്രമാത്രം ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ മിഡ് നൈറ്റ് ബ്ലൂ കണ്ടിട്ടുണ്ടാവുക നമ്മൾ നാടൻ ബഡ്ഡിങ് തൈകളായിരിക്കും കൂടുതലായിട്ടും ആൾക്കാർ കണ്ടിട്ടുണ്ടാവുക. പക്ഷേ നമുക്കിപ്രാവശ്യം ഇതിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് പിങ്ക് ഫെയറി റോസാണ്. ഇത് ഫെയറി പിങ്ക് എന്നറിയപ്പെടുന്ന റോസാണ് കേട്ടോ. ഒത്തിരി പേര് എൻ്റെ അടുത്ത് എൻക്വയറി വന്നൊരു ഐറ്റമാണ്. കഴിഞ്ഞ വട്ടമൊക്കെ നമ്മൾ കഴിഞ്ഞ തവണ ഇത് സെയിലിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് നാടൻ റോസല്ല, നാടൻ ബഡ്ഡിങ് തൈകളായിരുന്നു നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ സെയിലിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മളിതിൻ്റെ ഓൺ റൂട്ടഡ് വെറൈറ്റി സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് നിറയെ ഇങ്ങനെ കൊലകുത്തി പൂക്കും. നമ്മുടെ ഓർക്കിഡ് റോസ് മാതിരി തന്നെ നിറയെ പൂക്കുന്ന ടൈപ്പാണ് കേട്ടോ. ഇത് ഓർക്കിഡ് റോസാണ്. ഓർക്കിഡ് റോസിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് നമുക്ക് ഇപ്രാവശ്യം സെയിലിനായിട്ടുള്ളത്. നമ്മുടെ പ്ലാന്റ്സിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്ലാന്റ് നാട്ടിൽ ലോഡ് വരുന്നതിൻ്റെ ഒരു വീഡിയോ. അപ്പോൾ അതിനകത്ത് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഓൾമോസ്റ്റ് പ്ലാന്റ്സിൻ്റെ സൈസ് നമ്മൾ അതിനകത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടുള്ളവർക്ക് അറിയാം നമ്മുടെ കയ്യിലുള്ള ഓർക്കിഡ് റോസ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓർക്കിഡ് റോസുകളാണ്. നിറയെ ബ്രാഞ്ചിലുള്ള ഫ്ലവറോട് കൂടിയ പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. അപ്പോൾ ഓർക്കിഡ് റോസൊക്കെ പിടിച്ച് കിട്ടില്ല എന്ന് പരാതി പറയുന്നവരോടാണ് ഓർക്കിഡ് റോസ് ഈ മഴ സമയത്ത് ഓർക്കിഡ് റോസ് മഴ കൊള്ളാതെ ഒന്ന് മാറ്റി വെക്കാൻ നോക്കട്ടെ ഇപ്പോൾ. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മഴ വന്ന് വീണുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് ഡേ സാഫും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അങ്ങനെ കുറച്ച് കൂടുതൽ കെയർ കൊടുക്കണം. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ ഡൈ ബാക്ക് വരാനൊക്കെ ചാൻസ് ഉണ്ട്. ഓവറായിട്ട് മഴ കൊണ്ടു കഴിഞ്ഞാൽ ഈ പൂക്കളൊക്കെ നിന്ന് കഴിഞ്ഞാൽ ആ പൂക്കൾക്കകത്ത് വെള്ളമൊക്കെ തങ്ങി നിന്നിട്ട് പ്ലാന്റ്സിന് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്ലവറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് തണലത്തോട്ട് ഷേഡിലോട്ടൊക്കെ വെക്കുക കേട്ടോ. നേരത്തെ കാണിച്ചിട്ടുള്ളത് പിങ്ക് ബട്ടൺ റോസാണ്. നിറയെ പൂക്കുന്ന ടൈപ്പാണ് കേട്ടോ പിങ്ക് ബട്ടൺ റോസ് എന്ന് പറയുന്നത്. ഏകദേശം നമ്മുടെ ഫെയറി പിങ്കും പിങ്ക് ബട്ടണും ഒക്കെ ഏകദേശമൊക്കെ ഫ്ലവറിൻ്റെ കാര്യത്തിലൊക്കെ സെയിം തന്നെ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഫ്ലവർ ഏകദേശമൊക്കെ സെയിം പാറ്റേൺ തന്നെയാണ്. പിന്നെ പിങ്ക് ബട്ടൺ റോസ് കോമൺ ആയിട്ട് കാണുന്നത് കൊണ്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും ഈ ഒരു റോസ് എന്ന് പറയുന്നത്. നമ്മളധികം കെയർ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പോലും വലിയ പരിഭവമോ പരാതിയോ ഒന്നും പറയാണ്ട് പൂക്കൾ തരും. അധിക വളപ്രയോഗങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പോലും സൺലൈറ്റും വെള്ളവും കൊടുത്തു കഴിഞ്ഞാൽ നിറയെ പൂക്കൾ തരുന്നൊരു വെറൈറ്റി തന്നെയാണ്. എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ. പിന്നെ അതേ കപ്പ് കേക്ക് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. കപ്പ് കേക്ക് ബർത്ത്ഡേ പാർട്ടി എന്നൊക്കെ പറയുന്നൊരു അടിപൊളി റോസാണിത്. ഇതിൻ്റെയും ഓൺ റൂട്ടഡ് തൈകൾ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ. ഇതൊക്കെ കിട്ടാനായിട്ട് നമുക്ക് പാടാണ്. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുന്നത് കൂടുതലും ബഡ് ചെയ്ത തൈകളായിരിക്കും. ഇതിൻ്റെയും ഓൺ റൂട്ടഡ് തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഉള്ളത് ബട്ടർഫ്ലൈ റോസാണ്. ഈ ബട്ടർഫ്ലൈ റോസിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ്. അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയാണ് കാണാനായിട്ടായാലും. സിംഗിൾ പെറ്റൽ ഡബിൾ പെറ്റലാണ് വരുന്നത്. വൈറ്റും പിങ്കും മിനിയേച്ചർ ഓർക്കിഡ് റോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ സെയിൽ ചെയ്യുന്നുണ്ട്. അടിപൊളി വെറൈറ്റിയാണ്. ബഞ്ചായിട്ടായിരിക്കും ഈ ഒരു വെറൈറ്റി ഫ്ലവറിങ് ആവുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതിൻ്റെയും തൈകൾ. നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കുറവാണ്. അതുകൊണ്ട് തീരെ സൈസ് കുറവാണ്. 2-3 ബ്രാഞ്ചുള്ള തൈകളാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ വൈറ്റ് ക്രീപ്പറാണ്. വൈറ്റ് ക്രീപ്പറിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാമായിരിക്കും. നിറയെ പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. നിറഞ്ഞിങ്ങനെ കൊലകുത്തി പൂക്കും. 5, 6 എന്നല്ല 10, 20 പൂക്കളൊക്കെ ചിലപ്പോൾ ഒരു ബ്രാഞ്ചിലുണ്ടാവും. അതിന് അത്രയും നമ്മൾ സപ്പോർട്ട് കൊടുത്ത് തറയിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പൂക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ വലിയ ചട്ടിയൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിറയെ പൂക്കുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ വൈറ്റ് ക്ലൈംബർ എന്ന് പറയുന്നത്. പിന്നെയുള്ളത് ഈ ഒരു റോസാണ്, നമ്മുടെ പനിനീർ റോസിൻ്റെയും തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവരെ ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു.